എന്തൊക്കെയാണ് വർത്തമാനം? മലയാളം തന്നെയല്ല എപ്പോഴും സംസാരിക്കുന്നത്. അപ്പം എനിക്ക് പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ വേരിയബിൾ മാസ് സിസ്റ്റമാണ് ഈ വീഡിയോയിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വേരിയബിൾ മാസ് സിസ്റ്റത്തിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വേരിയബിൾ മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് മാസ് ട്രാൻസ്ഫർ ഇൻ ടു ഓർ ഔട്ട് ഓഫ് എ ബോഡി. ഒരു ബോഡി തൽക്കാലം ഞാനാണെന്ന് വിചാരിച്ചോ, അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്കായിട്ടോ മാസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതൊരു വേരിയബിൾ മാസ് സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് നീറ്റായാലും ജെയ്മെയിൻ ആയാലും ചോദിച്ചു വരാൻ പോകുന്ന സാധാരണയായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ഇതാണ്. കൺവെയർ ബെൽറ്റ്, സാറ്റലൈറ്റ്, മെഷീൻ ഗണ്ണ്, റോക്കറ്റ്, ചെയിന് ഇതുവരെ നീറ്റിലോ ജെയ്മെയിനിലോ ചോദിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് ചോദിക്കാൻ മുട്ടാണെങ്കിൽ അവർ ചോദിക്കും. അപ്പം നമ്മൾക്ക് അതും പഠിച്ചു വെക്കും നമ്മൾ. ഓക്കെ, പക്ഷേ ഈ വീഡിയോയിൽ ഈ 5 കാര്യങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല. മാക്സിമം നമ്മൾ കൺവെയർ ബെൽറ്റും സാറ്റലൈറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് സർജിക്കലായിട്ട് സർജറി ചെയ്യണ പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പ്രത്യേകിച്ച് നീറ്റിൻ്റെ കുട്ടികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെയിറ്റേജ് ഈ വേരിയബിൾ മാസ് സിസ്റ്റത്തിൽ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് എല്ലാ പ്രോബ്ലവും നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒന്നും ഡെറിവേഷനും ഉദ്യോഗം ചെയ്യാൻ ആവശ്യമില്ല. എല്ലാത്തിനും കൂടി ഒരു ഒറ്റ ഇക്വേഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് മാസ് ജോയിൻ ചെയ്യാണ്. DM ജോയിനിങ്. അതായത് ഒരു മാസ് ക്യാപിറ്റൽ M ഉണ്ട്, വലിയ മാസ് ക്യാപിറ്റൽ M ഉണ്ട്, അതൊരു V വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു കുഞ്ഞു മാസ് ടുക്കടാ മാസ് DM ഒരു വെക്ടർ U വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരികയാണ്. ഏത് സമയത്താണ് നടക്കുന്നത്? T സെക്കൻഡിലാണ് ഇങ്ങനെയുള്ളത്. ഒരു T+dt സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ച് സമയം dt സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്തായി? ഈ DM ഇതിന്റെ മേലെ കയറി നിന്ന്. അതായത് ഇത് ടോട്ടൽ മാസ് എന്തായി? നേരത്തെ M ആയിരുന്നു, ഇപ്പൊ എന്തായി? M+DM ആയി. ഇപ്പോൾ ഇതിന്റെ വെലോസിറ്റി വെക്ടർ V+D വെക്ടർ V ആയി. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, സാറിന് ഇങ്ങനെ മനസ്സിലായി ഇവിടെ വെലോസിറ്റി കൂടുന്നു, മാസ് ആഡ് ചെയ്ത വെലോസിറ്റി കൂടുന്നു, എന്താ സാറിന് ഇത്ര ഉറപ്പ്? സാറിന് വേണമെങ്കിൽ -D വെക്ടർ V എഴുതി കൂടിയോ? അങ്ങനെ വിചാരിക്കേണ്ട. അപ്പം നിങ്ങൾ ഈ D വെക്ടർ V എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. അതായത് എനിക്കറിയില്ല ഇവിടെ വെലോസിറ്റി കൂടോ കുറയോ എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഇത് എന്താ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? D വെക്ടർ V ആണ്. അതായത് ഇതൊരു കൂടാണെങ്കിൽ നമ്മൾ എന്താകും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, D വെക്ടർ V പോസിറ്റീവ് ആയിരിക്കും. കുറയാണെങ്കിൽ D വെക്ടർ V നെഗറ്റീവ് ആയിരിക്കും. 0 ആണെങ്കിൽ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ D വെക്ടർ V 0 ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇവിടെ ഇനീഷ്യൽ മൊമെന്റം കാണുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയാം വെക്ടർ P ഇനീഷ്യൽ. ഇത് ആരെ മൊമെന്റ് ഷാരാ കാണുന്നത്? നമ്മൾ ഈ DM-ന്റെയും M എന്ന് പറഞ്ഞ രണ്ടാളെയും കൂടി ഒരു സിസ്റ്റം എടുത്ത് എന്നിട്ട് അതിന്റെ മൊമെന്റം കാണാം. രണ്ടാളെ കൂടിയുള്ള മൊമെന്റം. ഇയാളുടെ മൊമെന്റം പറഞ്ഞ എത്രയാണ്? DM വെക്ടർ U പ്ലസ് ഇയാളുടെ മൊമെന്റം പറഞ്ഞ ഉഷാറായിട്ട് M, ഇവിടെ ആരാണ്? വെക്ടർ V. ഇതാണ് ഇനീഷ്യൽ മൊമെന്റം. ഇനി ഇതിന്റെ ഫൈനൽ മൊമെന്റം പറഞ്ഞ ഉഷാറായിട്ട് വെക്ടർ P ഫൈനൽ ഈസ് ഈക്വൽ ടു M+DM ഇൻറ്റു ബാക്കി പറഞ്ഞ വെക്ടർ V പ്ലസ് D വെക്ടർ V. ഓക്കെ, അപ്പം നമ്മൾ എന്താക്കാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ആദ്യം M വെക്ടർ V മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? M വെക്ടർ V എന്ന് കിട്ടി. അതിനുശേഷം M D വെക്ടർ V മൾട്ടിപ്ലൈ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MD വെക്ടർ V എന്ന് കിട്ടി. അതിനുശേഷം DM ഇൻറ്റു വെക്ടർ V മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? DM വെക്ടർ V. അതിനുശേഷം DM ഇൻറ്റു D വെക്ടർ V മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? DM D വെക്ടർ V. എടാ, ഈ DM DV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെറിയ ചെറിയ വാല്യൂ ആയിരിക്കും. DM എന്ന് പറഞ്ഞാൽ ചിലപ്പം 0.001 ആയിരിക്കും. DV എന്ന് പറഞ്ഞാൽ ചിലപ്പം 0.001 I ക്യാപ്പ്. D വെക്ടർ V അല്ലേ, അപ്പോൾ ആ ഡയറക്ഷൻ ഉണ്ടാവും. 0.001 I ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ DM ഇൻറ്റു DV അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കി നോക്കുക. അപ്പം തന്നെ വരാം, വളരെ ചെറിയ വാല്യൂ ആയിരിക്കും വരിക അല്ലേ? എല്ലടോ ഒരാടി 0.001 ഇൻറ്റു 0.001 കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് നോക്ക്, മൊബൈൽ ടൈപ്പ് ചെയ്ത് നോക്ക്. അപ്പം എന്താ കിട്ടുക? വളരെ ചെറിയ വാല്യൂ കിട്ടും. 0.001 ചെറിയ വാല്യൂ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് എന്താക്കി എടുക്കണം മക്കളെ? നെഗ്ലിജിബിൾ, നിയർലി ഈക്വൽ ടു 0 ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടേം ഒഴിവാക്കാണ്. കാരണം ഇത് ഏകദേശം ചെറിയ ഡിഫറൻസ് വരുത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ എഴുതുമ്പോൾ ഇതുവരെ ഈക്വൽ ടു ഇട്ടല്ലേ ഇത്. അതിനുശേഷം നമ്മൾ എന്താ? നിയർലി ഈക്വൽ ടു ഇതാണ്. കാരണം നമ്മൾ ഈ ടേം ഡ്രോപ്പ് ചെയ്തു. ഇത് +0.001 I ക്യാപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും വരാം. അപ്പോൾ ഈ ടേം ഡ്രോപ്പ് ചെയ്യുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിയർലി ഈക്വൽ ടു ഇതാണ്. അപ്പോൾ നിയർലി ഈക്വൽ ടു എന്ത് വരും? M വെക്ടർ V പ്ലസ് MD വെക്ടർ V പ്ലസ് DM വെക്ടർ V എന്ന് വരും. DM വെക്ടർ V എന്ന് വരും. ഇതാണ് വെക്ടർ P ഫൈനൽ വന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഉഷാറായിട്ട് നല്ല കുട്ടികളല്ലേ,
ഡി വെക്ടർ പി എന്ന് പറഞ്ഞാൽ വെക്ടർ പി ഫൈനൽ മൈനസ് വെക്ടർ പി ഇനീഷ്യൽ ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ പി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, എം വെക്ടർ വി പ്ലസ് എം ഡി വെക്ടർ വി പ്ലസ് ഡി എം വെക്ടർ വി. വെക്ടർ പി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എം വെക്ടർ യു പ്ലസ് എം വെക്ടർ വി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എം വെക്ടർ വിയും ഈ എം വെക്ടർ വിയും ക്യാൻസൽ ഔട്ട് ആവും വെക്ടർ പി ഫൈനൽ മൈനസ് വെക്ടർ പി ഇനീഷ്യൽ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ഇവിടെ എം ഡി വെക്ടർ വി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇതാണ് എം ഡി വെക്ടർ വി പ്ലസ് ഡി എം വെക്ടർ വി. അതിവിടെ ക്യാൻസൽ ചെയ്യാൻ ആരുമില്ല, അപ്പോൾ അതും അങ്ങനെ തന്നെ ഇതാണ് ഡി എം വെക്ടർ വി. പിന്നെ വെക്ടർ പി ഫൈനൽ മൈനസ് വെക്ടർ പി ഇനീഷ്യലാണ്, അതുകൊണ്ട് ഇവിടെ ബാക്കി ആരുണ്ടാവാം, മൈനസ് ഡി എം വെക്ടർ യു എന്നുണ്ടാവും. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതുന്നത് എം ഡി വെക്ടർ വി പ്ലസ് വെക്ടർ വിന്റെ ഇടതുഭാഗത്ത് ഡി എം ഉണ്ട്, വെക്ടർ വിന്റെ യുവിന്റെ ഇടതുഭാഗത്ത് ഡി എം ഉണ്ട് അല്ലേ. ഡി എം ഇടതുഭാഗത്തും ഈ മൈനസിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഡി എം ഉള്ളതുകൊണ്ട് ഡി എമ്മിനെ പുറത്തേക്ക് എടുക്കുക. ഡി എം പുറത്തേക്ക് എടുത്തു, ബാക്കി ആരാ ഉള്ളത്, വെക്ടർ വി മൈനസ് വെക്ടർ യു. കഴിഞ്ഞു, നമ്മളിങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇനി എന്താണ് വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റ് ഏണൽ എന്ന് പറയുന്നത്? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വെക്ടർ പി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഡി വെക്ടർ പി ബൈ ഡി ടി ഓഫ് സിസ്റ്റം ആണ് അല്ലെ, ചേഞ്ച് ഇൻ മൂവ്മെന്റ് ഓഫ് സിസ്റ്റം. നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ മൂവ്മെന്റ് ആണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് എന്ന് പറയുന്നത് എന്തായി കിട്ടും, നമുക്ക് എം ഡി വെക്ടർ വി ബൈ ഡി ടി പ്ലസ് ഡി എം ഇൻറ്റു വെക്ടർ വി മൈനസ് വെക്ടർ യു. അതെനിക്ക് എന്തൊക്കെ എഴുതാം, വെക്ടർ വി എം ഡി എം എന്ന് എഴുതി കൂടെ അല്ലേ. വെലോസിറ്റി ഓഫ് എ ക്യാപിറ്റൽ എം റിലേറ്റീവ് ടു ഡി എം, വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം റിലേറ്റീവ് ടു ഡി എം. അതായത് ഇവിടെ വെക്ടർ ബി എം ഡി എം എന്ന് പറഞ്ഞാൽ എന്തായി, വെക്ടർ വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം എത്രയാണ്, വി മൈനസ് വെലോസിറ്റി ഓഫ് ഡി എം എന്തായി, വെക്ടർ യു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, വെക്ടർ വി മൈനസ് വെക്ടർ യു എന്ന് പകരം വെക്ടർ എം ഡി എം എന്ന് എഴുതി. ഓക്കെ, ഡിവൈഡ് ബൈ താഴത്താരുണ്ടാവും ഡി ടി. അപ്പം ഇതാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു മാസ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇക്വേഷൻ. എം ഡി വെക്ടർ വി ബൈ ഡി ടി പ്ലസ് ഡി എം ഇൻറ്റു വെക്ടർ ഡി എം ബൈ ഡി ടി. ഇവിടെ ഈ ഡി ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഡി എം ബൈ ഡി ടി ഇൻറ്റു വെക്ടർ വി എം ഡി എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ മാസ് ജോയിൻ ചെയ്യുന്ന കേസാണ്. ഇനി മാസ് ലീവ് ചെയ്യുന്ന കേസ് പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു, വെക്ടർ പി ഫൈനൽ നമ്മൾ നിയർലി ഈക്വൽ ടു ആണ് എഴുതിയത്. സോ ഇവിടെ കിട്ടുന്ന വെക്ടർ പി ഫൈനൽ മൈനസ് വെക്ടർ പി ഇനീഷ്യൽ അത് ഇവിടെ എന്തായിരിക്കും, നിയർലി ഈക്വൽ ടു ആയിരിക്കും. കാരണം നമ്മൾ ഡി എം ഡി വെക്ടർ വി എന്ന് പറഞ്ഞ ടേം റിമൂവ് ചെയ്തിട്ടുണ്ട്, നെഗ്ലിജിബിൾ ആയിട്ട് എടുത്തിട്ട്. സോ അതുകൊണ്ട് ഇവിടെ അങ്ങനെ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ നിയർലി ഈക്വൽ ടു വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ഡി വെക്ടർ പി ബൈ ഡി ടി. അത് ഇവിടെ ആയിട്ട് വരുന്നത് എന്താണ്, നിയർലി ഈക്വൽ ടു ആണ് ഈക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡി എം ലീവിങ് കേസ് നോക്കാം. ടി സെക്കൻഡിലെ ക്യാപിറ്റൽ എം വെലോസിറ്റി വിയിൽ മൂവ് ചെയ്യാണ്. ആ സമയത്ത് ഡി എം എവിടെ ഉള്ളത്, ഡി എം ഇതിൻ്റെ ഉള്ളിലുള്ള ആളാണ്. ഓക്കെ, ഡി എം ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇവ ടി പ്ലസ് ഡി ടി സെക്കൻഡ് ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് ഡി എം റിമൂവ് ആയിട്ട് ഡി എം വെക്ടർ യു വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ എം മൈനസ് ഡി എം ആയി. ഇന്നിങ്ങനെ എം മൈനസ് ഡി എം ആയത്, ആദ്യം എം അല്ലായിരുന്നു, ഡി എം റിമൂവ് ആയി കഴിഞ്ഞാൽ മാസ് കുറയൂലേ, അങ്ങനെ മാസ് കുറഞ്ഞ എം മൈനസ് ഡി എം ആയി. വെലോസിറ്റി എന്തായി, വെക്ടർ വി പ്ലസ് ഡി വെക്ടർ വി ആയി. അപ്പോഴും ഞാനിവിടെ ഡി വെക്ടർ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ ഇവിടെ ഇനീഷ്യൽ മൂവ്മെന്റ് എന്താണ്, വളരെ സിമ്പിൾ അല്ലേ. വെക്ടർ പി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു എം വെക്ടർ വി ആണ്. വെക്ടർ പി ഫൈനൽ എത്ര വരാം, എം മൈനസ് ഡി എം ഇൻറ്റു വെക്ടർ വി പ്ലസ് ഡി വെക്ടർ വി എന്ന് വരും, പ്ലസ് ഡി എം ഇൻറ്റു വെക്ടർ യു എന്ന് വരും. ഇനി എം മൈനസ് ഡി എം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, എം വെക്ടർ വി പ്ലസ് എം ഡി വെക്ടർ വി മൈനസ് ഡി എം വെക്ടർ വി പ്ലസ് ഡി എം ഇൻറ്റു ഡി വെക്ടർ വി പ്ലസ് ഡി എം ഇൻറ്റു വെക്ടർ യു അല്ലേ. അതെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി എം ഡി വെക്ടർ വി നമ്മൾ എന്താക്കും, നിയർലി ഈക്വൽ ടു 0 ആക്കി എടുക്കും. സോ ഇവിടെ ഈ ഇക്വേഷൻ എന്താക്കും, ഈക്വൽ ടുവിന് പകരം നമ്മൾ നിയർലി ഈക്വൽ ടു എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ എഴുതിക്കുക എം വെക്ടർ വി പ്ലസ്
എം ഡി വെക്ടർ വി പ്ലസ് ഡി എം വെക്ടർ യു മൈനസ് ഡി എം വെക്ടർ വി അല്ലേ. 1 2 3 4 ടേം, ഇവിടെ 1 2 3 4 ടേം. ഓക്കെ, സോ അതിൽ നിന്നും നമുക്കിവിടെ ഇത് നിയർലി ഈക്വൽ ടു എം വെക്ടർ വി പ്ലസ് എം ഡി വെക്ടർ വി പ്ലസ് ഡി എം ഇൻറ്റു ഇയാളെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി എം ഇൻറ്റു വെക്ടർ യു മൈനസ് വെക്ടർ വി ഇങ്ങനെയാവും. സോ ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഈ യു മൈനസ് വിനെ നമ്മൾ വെക്ടർ വി മൈനസ് വെക്ടർ യു എന്നാക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് മാറ്റിയിട്ട് എന്താക്കാൻ മതി? മൈനസ് ഡി എം ആക്കിയാൽ മതി. സംശയമുള്ളവർ എന്താക്കാം? ഈ മൈനസ് ഡി എം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ അപ്പോൾ എന്തായി? മൈനസ് ഡി എം വെക്ടർ വി, അതാണ് ഇവിടെ ഉള്ളത്. മൈനസ് ഡി എം ഇൻറ്റു മൈനസ് വെക്ടർ യു എന്ന് പറഞ്ഞാൽ എന്തായി? പ്ലസ് ഡി എം വെക്ടർ യു ആയി. അപ്പം നമ്മൾ ചെറിയൊരു വ്യത്യാസം ഇവിടെ എത്തിയിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ ക്ഷീണിച്ച് ഞാൻ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര ചൂടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡി വെക്ടർ പി കാണാം. ഡി വെക്ടർ പി എന്ന് പറഞ്ഞാൽ വെക്ടർ പി ഫൈനൽ മൈനസ് വെക്ടർ പി ഇനീഷ്യൽ ആണ്. ഇവിടെ അത് നിയർലി ഈക്വൽ ടു ആണ് വരിക നമ്മൾ ചെയ്യുമ്പോൾ, കാരണം എന്താ? നമ്മൾ ഈ ടേം റിമൂവ് ചെയ്തുകൊണ്ട്. സോ വെക്ടർ പി ഫൈനൽ എന്ന് പറയുന്നത് എം വെക്ടർ വി മൈനസ് എം വെക്ടർ വി, അത് പോയി ബാക്കിയുള്ള ഈ ടേം ആണ് ഉണ്ടാവുക. സോ നമുക്കത് എഴുതാം. അത് എം ഡി വെക്ടർ വി മൈനസ് ഡി എം ഇൻ, ഇവിടെ വെക്ടർ വി മൈനസ് വെക്ടർ യു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കിയെടുക്കും? വെക്ടർ വി എം ഡി എം എന്നെടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡി വെക്ടർ പി ബൈ ഡി ടി അതെന്തായിട്ട് വരും? എം ഡി വെക്ടർ വി ബൈ ഡി ടി മൈനസ് ഡി എം ബൈ ഡി ടി ഇൻറ്റു വെക്ടർ വി എം ഡി എം എന്ന് വരും. അതായത് വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇവിടെ നിയർലി ഈക്വൽ ടു ആണ്. നിയർലി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എം ഡി വെക്ടർ വി ബൈ ഡി ടി മൈനസ് വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആകെയുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ മൈനസിന് പകരം പ്ലസ് എന്നാണ്. സോ കമ്പൈൻ ചെയ്യാം കേട്ടോ. കമ്പൈനിങ് 1 ആൻഡ് ഇക്വേഷൻ 1 ആൻഡ് 2. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഡി എം ജോയിനിങ്. 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഡി എം ലീവിങ്. അത് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സിമ്പിളായിട്ട് എന്ത് പറയാം? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ നിയർലി ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി മൈനസ് വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഇങ്ങനെ ആക്കാൻ പറ്റും. ഇവിടെ മൈനസിന് പകരം ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പ്ലസ് ഓർ മൈനസ്. പ്ലസ് എപ്പോഴാണ് വരാം? മാസ് ജോയിനിങ്. മൈനസ് എപ്പോഴാണ് വരാം? പ്ലസ് ഡി എം ജോയിനിങ്. മൈനസ് എപ്പോഴാണ് വരാം? ഡി എം ലീവിങ്. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറെ കാര്യം എന്താ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വെക്ടർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനൊരു എക്സ് കോമ്പണൻറ്റും ഉണ്ടാവും, വൈ കോമ്പണൻറ്റും ഉണ്ടാവും, സെഡ് കോമ്പണൻറ്റും ഉണ്ടാവും അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതാം. മൂന്നാമതായിട്ട് ചില കുട്ടികൾ, ചില നന്നായിട്ട് ചിന്തിക്കുന്ന ചില കുട്ടികളുണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ കുറച്ച് നേരം ചിന്തിക്കുന്നുണ്ടാവും. സാർ ഇവിടെ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ? സോ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കൂടെ? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ നിയർലി ഈക്വൽ ടു എം വെക്ടർ എ പ്ലസ് ഓർ മൈനസ് വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. കറക്റ്റാണ്. അപ്പോൾ വേറെ ആൾക്കാർ ചോദിക്കും, സാർ ഈ ഇക്വേഷൻ തെറ്റല്ലേ, സാറിൻ്റെ ഡെറിവേഷൻ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സാർ, എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്ന്. ഇവിടെ നോക്കൂ സാർ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് വേറൊരു ടേം വരുന്നുണ്ട്. സോ ഈ ഇക്വേഷൻ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ ഈ ആക്സിലറേഷൻ ആരാ ഇവിടെ? ഡി വി ബൈ ഡി ടി. നമ്മുടെ ഡെറിവേഷനിൽ വി ആരാ? വി എന്ന് പറഞ്ഞത് ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ വെലോസിറ്റിയാണ് ആരാ നമ്മൾ ചെയ്തത്? വി എന്ന് ചെയ്തത്. ഓക്കെ, ശരിക്കും നമ്മൾ ന്യൂട്ടൺസ് ലോസ് പ്രകാരം നമ്മൾ കണ്ടെത്തിയ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെക്ടർ എ സിസ്റ്റം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് അല്ലേ? മാസ് ഇൻറ്റു വെക്ടർ എ സിസ്റ്റം
സിസ്റ്റം എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ dv/dt എന്ന് പറഞ്ഞത് ഈ എ എന്ന് പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ ആണോ? അല്ല. എ ആരാണ്? ഈ എ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ എമ്മിൻ്റെ മാത്രമുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് വെക്ടർ എ സിസ്റ്റം എന്ന് എഴുതാം, അല്ലെങ്കിൽ വെക്ടർ എ CO എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ നമുക്ക് വേറെ വിധത്തിൽ ഡിറൈവ് ചെയ്യാം. ഏതാണ് ആ വിധം? ഇവിടെ വെക്ടർ എ COM, വെക്ടർ എ COM എന്ന് എഴുതിയിട്ട് സെൻറ്റർ ഓഫ് മാസ് വെച്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെൻറ്റർ ഓഫ് മാസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഈ ആക്സിലറേഷൻ, ഇത് ഇക്വേഷൻ തെറ്റില്ല, ഈ ഇക്വേഷൻ തെറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. വേറെ ചില ആൾക്കാർ ഇങ്ങനെ ഡൗട്ട് അടിക്കും, സാർ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു dp/dt, ഇത് ഞാൻ പറഞ്ഞല്ലേ നാലാമതായിട്ട്, എഫ് ഈസ് ഈക്വൽ ടു dp/dt, അത് നമ്മൾ mdv/dt പ്ലസ് vdm/dt എന്ന് എഴുതിയിട്ടില്ലേ? അത് തന്നെയല്ലേ സാർ ഇക്വേഷൻ? അല്ല, അങ്ങനെ പറയരുത് കേട്ടോ, അതും തെറ്റാണ്. അങ്ങനെ എന്താ പറയാൻ പറ്റാത്തത്? എടാ, നമ്മൾ തന്നെ പറഞ്ഞല്ലേ, ഈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഏതിനാണ് അപ്ലൈ ചെയ്യുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിക്കിളിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ നിന്ന് മാസ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പാർട്ടിക്കിൾ ഉണ്ടോ? എടാ, ഒരു പാർട്ടിക്കിളിന് ഒരു മാസ്, മാസ് ലീവ് ചെയ്ത്, അതായത് ആ സിംഗിൾ പാർട്ടിക്കിൾ പോയി. അപ്പോൾ ഇവിടെ ആരുണ്ടോ? ആരുമില്ല. മനസ്സിലായോ? അതേപോലെ നമ്മളിപ്പോൾ മാസ് ആഡ് ചെയ്ത് വെച്ചോ, സിംഗിൾ പാർട്ടിക്കിലേക്ക് മാസ് ആഡ് ചെയ്ത് വെച്ചോ, മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പാർട്ടിക്കിൾ ആയോ? ഇല്ലേ, ഇപ്പോൾ ഡബിൾ പാർട്ടിക്കിളായി അല്ലേ? അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എവിടെ അപ്ലൈ ചെയ്യുന്നത്? സിംഗിൾ പാർട്ടിക്കിളിന് മാത്രമാണ് എന്നാണ് NCERT-യിൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോസിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയും തേർഡ് ലോയും മിക്സ് ചെയ്തിട്ടാണ് വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റൻഡ് ഈസ് ഈക്വൽ ടു d വെക്ടർ p/dt സിസ്റ്റം, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു m വെക്ടർ a COM എന്ന് പറഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. d വെക്ടർ p/dt സിസ്റ്റം, അല്ലെങ്കിൽ m വെക്ടർ a COM, അല്ലെങ്കിൽ m വെക്ടർ a സിസ്റ്റം, അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഇക്വേഷനാണ് പഠിച്ചു വെക്കരുത്. തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. ചില എൻട്രൻസ് കോച്ചിങ്ങിൽ ഇങ്ങനെ പഠിപ്പിക്കലുണ്ട്, അത് തെറ്റാണ്. പക്ഷേ ന്യൂട്ടൺ സെക്കൻഡ് ലോൻ്റെ ഈ ഫോർം ഓർത്തിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ പറ്റും അല്ലേ? അതായത് mdv/dt പ്ലസ് vdm/dt. എക്സ്ട്രാ എന്താ വരാം? ഇവിടെ പ്ലസ് ഓർ മൈനസ്, ഇവിടെ v റിലേറ്റീവ് അല്ലേ? പ്ലസ് ഓർ മൈനസ് v റിലേറ്റീവ് റിലേറ്റീവ് എന്നുള്ളത് mdm. അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കേണ്ട പോലും ആവശ്യം ഇല്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. ഇവിടെ ഒരു കാർട്ട് ഉണ്ട്, അതൊരു v m/s സ്പീഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഓട്ടയിട്ട്, ഈ കാർട്ടിൻ്റെ ഉള്ളിൽ മണ്ണാണുള്ളത്, അതുകൊണ്ട് ഈ മണ്ണ് ലീക്ക് ചെയ്യും, മണ്ണ് താഴത്തേക്ക് ലീക്ക് ചെയ്ത് വീഴുന്നു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, വിൽ കാർട്ട് സ്പീഡ് അപ്പ് ഓർ സ്ലോ ഡൗൺ? കാർട്ടിൻ്റെ സ്പീഡ് കൂടോ കുറയോ എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാസ് കുറയാണ്, അതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് സിമ്പലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചോദിക്കുന്നത് സ്പീഡ് അപ്പ് ഓർ സ്ലോ ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ സ്പീഡിൻ്റെ ഡയറക്ഷൻ, ഇവിടെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടൊക്കെ ഉള്ളത്, വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ എല്ലാം ഏത് ഡയറക്ഷനിലായിരിക്കണം? എക്സ് ഡയറക്ഷനിലായിരിക്കണം. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി സ്പീഡ് എക്സ് ഡയറക്ഷനിലാണോ വൈ ഡയറക്ഷനിലാണോ കുറയണം എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. സോ എല്ലാം നമ്മൾ എന്താക്കണം? എക്സ് ഡയറക്ഷനിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. സോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് വൈ ഡയറക്ഷനിലുണ്ട്. വൈ ഡയറക്ഷനിൽ ആരാളുള്ളതെന്ന് പറഞ്ഞു തരാൻ പറ്റും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വൈ ഡയറക്ഷനിലുണ്ട്. അത് എക്സ്റ്റേണൽ ആണ്. അത് കൊടുക്കുന്ന ഫോഴ്സ് ഈ സിസ്റ്റത്തിൻ്റെ പുറത്താണുള്ളത്. ആരാണത്? എർത്ത്. സോ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വൈ ഡയറക്ഷനിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഈ എക്സ് ഡയറക്ഷനിൽ ആരെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തും? 0 എന്ന് എഴുതും. ഇവിടെ mdv/dt അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. അതാണ് കൂടോ കുറയോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത്. mdv/dt along x direction മൈനസ് വെക്ടർ vm/dm ഇൻറ്റു dm/dt. അതായത് vm മൈനസ് vdm ഇൻറ്റു dm/dt അല്ലേ? എക്സ് ഡയറക്ഷനുള്ളത്. ഇനി നിങ്ങൾ പറഞ്ഞേ, എന്താണ് ഈ മാസ്? ഇതിൻ്റെ ക്യാപിറ്റൽ എം എത്ര സ്പീഡ് എത്രയാണ്? v ആണ്. സോ ഞാനിവിടെ ഇതാണ് vm എന്ന് പറയുന്നത് v ആണ്. vdm വെലോസിറ്റി എന്താണ്? ആർക്കും പറഞ്ഞു തരാൻ പറ്റുമോ? സാർ ഡ്രോപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് 0 നിൽക്കോ? ഇല്ല.
നിങ്ങൾ പറയും, ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്നും ഒരു പാർട്ടിക്കിൾ റിലീസ് ചെയ്താൽ എന്താണോ ഒബ്ജക്റ്റിന്റെ ആ സമയത്തെ സ്പീഡ്, അതാണ് ആ പാർട്ടിക്കിളിന്റെ സ്പീഡ്. നമ്മളത് പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിന്റെ സ്പീഡും v ആണ്. പാർട്ടിക്കിൾ ഡ്രോപ്പ്ഡ് from an object has same initial speed, same initial velocity അല്ലേ? സോ അതുകൊണ്ട് ഈ രണ്ടാളെ വെലോസിറ്റിയും സെയിം ആണ് വരിക. അതായത് ഇത് v m/s പോണത്. ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ലീക്ക് ആവുന്ന സമയത്ത് ഇയാളെ വെലോസിറ്റി ആദ്യം തുടക്കത്തിൽ ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. ഇത് താഴത്തേക്ക് v ആണ് അല്ലേ, ഇത് v m/s പോവാണ്. ഈ ലീക്ക് ചെയ്യുന്ന പാർട്ടിക്കിൾ, സാൻഡ് പാർട്ടിക്കിൾസിന്റെ ആദ്യത്തെ വെലോസിറ്റി ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, ഈ വലത്തോട്ടായിരിക്കും. കാരണം ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആ സമയത്ത് v ആയതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, 0 = mdv/dt along x direction മൈനസ് ഇവിടെ എന്ത് വരും, 0. കാരണം ഈ v - v 0 ആയി, 0 × 0 0 ആയി. അതായത് നമുക്ക് എന്ത് കിട്ടും, dv/dt along x direction 0. അതായത് കാർട്ട് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓർ സ്പീഡ് അല്ലേ? കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ കാർട്ട് സ്പീഡ് അപ്പും ചെയ്യുന്നില്ല, സ്ലോ ഡൗണും ചെയ്യുന്നില്ല. കാർട്ട് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ കാർട്ടിൽ നിന്നും സാൻഡ് ലീക്ക് ആവുകയായിരുന്നു. ഇപ്പം ഈ കാർട്ടിലേക്ക് സാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ സാൻഡ് പാർട്ടിക്കിൾസ് കാർട്ടിലേക്ക് വീഴുകയാണ്. കാർട്ട് ഒരു v m/s കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അത് ചോദ്യം എന്താണ്, കാർട്ട് സ്പീഡ് അപ്പ് ചെയ്യോ സ്ലോ ഡൗൺ ചെയ്യോ? സോ നമ്മൾ എന്ത് പറയും, ഈ കാർട്ടിന്റെ സ്പീഡ് വെലോസിറ്റി, കാർട്ടിന്റെ വെലോസിറ്റി x ഡയറക്ഷനിലാണുള്ളത്. സോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, f നെറ്റ് എക്സ്റ്റേണൽ along x direction = mdv/dt along x direction പിന്നെ vmdm × dm/dt. ഇവിടെ മാസ് ആഡ് ചെയ്യാണോ മാസ് റിമൂവ് ചെയ്യാണോ? മാസ് ആഡ് ചെയ്യാണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇടണം. ഇനി ഇവിടെ vmdm നമ്മൾ എന്ത് എടുക്കണം, x ഡയറക്ഷനിലായിരിക്കണം എടുക്കേണ്ടത്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഈ ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇതിൻ്റെ മേലെ ഇല്ല അല്ലേ? ഈ ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇതിൻ്റെ മേലെ ഇല്ല, അതുകൊണ്ട് ഇവിടെ 0 ആയി. ഇനി ഈ സ്പീഡ് കുറയോ കൂടോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. സോ അത് നമ്മൾ അങ്ങനെ തന്നെ ഇതാണ്, mdv/dt along x direction പ്ലസ് vmdm × dm/dt. അതായത് വെലോസിറ്റി mdm എന്ന് പറഞ്ഞാൽ എന്താണ്, vm - vdm. എന്താണ് വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ M? നമ്മൾ x ഡയറക്ഷനിലെ കാര്യം കേട്ടോ പറഞ്ഞത്. x ഡയറക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ x ഡയറക്ഷനിൽ, ഇവിടെ x ഡയറക്ഷൻ, ഇവിടെ v വരും മൈനസ് വെലോസിറ്റി ഓഫ് dm along x ഡയറക്ഷൻ എന്താണ്, ഉണ്ടോ? ഈ സാൻഡ് പാർട്ടിക്കിൾസ് എങ്ങോട്ടാണ് വീഴുന്നത്, y ഡയറക്ഷനിലാണ് വീഴുന്നത് അല്ലേ? സോ അതിന് x ഡയറക്ഷനിൽ സ്പീഡ് ഉണ്ടോ, വെലോസിറ്റി ഉണ്ടോ? ഇല്ല. x ഡയറക്ഷനിൽ അതിന് വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് ഇവിടെ 0 ഉണ്ട്. അതായത് vmdm എന്ന് പറഞ്ഞാൽ എന്താ വന്നത്, v ആണ് വന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം, ഇവിടെ vdm/dt എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, dv/dt along x direction will be equal to -v/M × dm/dt എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ ഈ നെഗറ്റീവ് സിമ്പിൾ, ഈ നെഗറ്റീവ് സിമ്പിൾ അർത്ഥം എന്താണ്, ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്നല്ലേ? അതായത് ആക്സിലറേഷൻ ഇവിടെ എന്താണ്, നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്ന് അർത്ഥം എന്താണ്, അർത്ഥം എന്താണ്, സ്പീഡ് കുറയാണ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയാണ് അല്ലേ? വെലോസിറ്റി ഡിക്രീസസ്, വെലോസിറ്റി ഇവിടെ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ഇത്ര മതി. ഇത് രണ്ട് നല്ല കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ കേസും, നമ്മൾ പറഞ്ഞ വേരിയബിൾ മാസിൻ്റെ ഓരോ കേസസും നമുക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാം. സോ നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആ ഇക്വേഷൻ ഞാൻ തന്നെ ഡിറൈവ് ചെയ്താണ്, ഞാൻ ഒരു ബുക്കിലും ഞാനത് കണ്ടിട്ടില്ല.
ഇതുവരെ അത് റോങ് ആയിട്ട് വന്നിട്ടുമില്ല. ഡെറിവേഷൻ എല്ലാം പ്രോപ്പർ ആയിട്ടാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങളത് കാര്യം മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ പല കോൺസെപ്റ്റും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കും.